ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്നിട്ടുള്ള 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ എളുപ്പത്തിൽ പറ്റുന്നൊരു സിലബസ് തന്നെയാണ്. അപ്പോൾ സിലബസ് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള മേജർ ചേഞ്ചസൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സിലബസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, ഇതെല്ലാം നമ്മുടെ കറണ്ട് അഫെയർസ് അതേപോലെ തന്നെ ജനറൽ നോളേജിൽ വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിലും മേജറായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ സെക്കൻഡ് വൺ പറയണത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, അത് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയാണ്. അതിലും ചേഞ്ചസ് ഒന്നുമില്ല, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള അതേ സിലബസ് തന്നെയാണ്. തേർഡ് വൺ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നേറ്റങ്ങൾ, അത് മോഡേൺ ഹിസ്റ്ററി തന്നെയാണ്. ഫോർത്ത് വൺ, നാലാമത്തെ പറയണത് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, അതെല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ടോപ്പിക് തന്നെയാണ്. അപ്പോൾ അതിലൊന്നും കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഇല്ല, നമ്മൾ പഠിച്ച അതേ സിലബസ് തന്നെയാണ്. ഫിഫ്ത്ത് വൺ, കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, അതെല്ലാം കേരള ജോഗ്രഫിയിൽ വരുന്ന ടോപ്പിക്കാണ്. സിക്സ്ത് വൺ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ, അതെല്ലാതും കേരള റിനൈസൻസിൽ വരുന്ന ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ വലിയ ചേഞ്ചൊന്നുമില്ല. ഇനിയുള്ളത് ജനറൽ സയൻസ് ആണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പറയണത് നമ്മുടെ ബോഡി, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. സെക്കൻഡ് വൺ വൈറ്റമിൻസൊക്കെയാണ്. തേർഡ് വൈറസ്, ബാക്ടീരിയനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള അതേ ടോപ്പിക്കാണ്. ഫോർത്ത് പദ്ധതികൾ, സ്കീംസ്, അതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അഞ്ചാമത്തെ ഖാരിഫ്, സൈഡ് വിളകൾ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആറാമത്തെ പറഞ്ഞിട്ടുള്ളത് വനങ്ങളും വനവിഭവങ്ങളും. ഏഴാമത്തെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പോൾ ഇതിലൊന്നും ചേഞ്ച് ഇല്ല കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി പറഞ്ഞിട്ടുള്ളത് ജനറൽ സയൻസ് ആണ്. ഫിസിക്കൽ സയൻസിൽ ഒരു മാറ്റവും ഇല്ല, നമ്മൾ പഠിച്ചിട്ടുള്ള അതേ ടോപ്പിക്കുകൾ തന്നെയാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സിലബസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതെല്ലാവരും ശ്രദ്ധിച്ച് വായിക്കുക. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇനി മാത്സിലേക്ക് കിടക്കുകയാണ്. മാത്സും അതേപോലെ തന്നെ നമ്മൾ പഠിച്ച സെയിം ടോപ്പിക്കുകൾ തന്നെയാണ്. പിന്നെയുള്ളത് റീസണിങ്ങും, ഇതെല്ലാം സെയിം ആണ്. ഇനി ഇതിലെന്തൊക്കെയാണ്, ഈ സിലബസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇംഗ്ലീഷും മലയാളവും ഉൾപ്പെടുത്തിയിട്ടില്ല. LGSക്കാരും ഈ എക്സാം എഴുതുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം ഈ ഒരു മാറ്റത്തിന് കാരണം കേട്ടോ. അതായത് ഇംഗ്ലീഷിനും മലയാളത്തിനും പ്രാധാന്യം കുറയ്ക്കുക, പക്ഷേ ടച്ച് വിട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മുടെ മെയിൻ എക്സാമിന്, അതായത് LDCയുടെ മെയിനിൽ ഇത് രണ്ടും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ടച്ച് വിട്ട് പോകാൻ പാടില്ല. അതേസമയം തൽക്കാലം നിങ്ങൾ ഇംഗ്ലീഷിനും മലയാളത്തിനും പ്രാധാന്യം ഒന്ന് കുറയ്ക്കുക. അപ്പോൾ ഇംഗ്ലീഷിനും മലയാളത്തിനൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് GKക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഒരു 20 മാർക്ക് നിങ്ങൾ എക്സ്ട്രാ GKയിൽ തന്നെ സ്കോർ ചെയ്യണം കേട്ടോ. 12th അതേപോലെ തന്നെ ഡിഗ്രി ലെവലുകാരും ഇംഗ്ലീഷും മലയാളവും വിടരുത്, അതിൻ്റെ സിലബസ് വന്നിട്ടില്ല. ഇപ്പോൾ തൽക്കാലം 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിലബസും വന്നു, അതേപോലെ തന്നെ ഡേറ്റും അറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഠിത്തം ഫുൾ സ്വിങ്ങിലാക്കാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്, ബൈ.